പ്രൈസ് ദ ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. നമ്മുടെ ഹൃദയങ്ങളെയും നിരൂപണങ്ങളെയും ദൂരത്തു നിന്നറിയുന്ന ദൈവത്തെയാണ് നാം സേവിക്കുന്നത് എന്ന ആലോചന ശ്രോതാക്കളുമായി പങ്കിടുവാനാണ് ഇന്ന് ആഗ്രഹിക്കുന്നത്. യെഹെസ്കേൽ പ്രവാചകനിലൂടെ ദൈവം ഇസ്രായേലിനോട് സംസാരിച്ചത് 11-ാം അധ്യായം 5-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. ഇസ്രായേൽ ഗൃഹമേ, നിങ്ങൾ ഇന്നത് പറഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളെ ഞാൻ അറിയുന്നു. ഇസ്രായേൽ ജനത്തിൻ്റെ മനസ്സിൽ തോന്നുന്നതും അവർ പറയുന്നതുമായ എല്ലാ കാര്യങ്ങളെയും ദൈവം അറിയുന്നു എന്ന് വചനഭാഗമാണ് വായിച്ചത്. പഴയ നിയമത്തിലെ ആദ്യ പുസ്തകമായ ഉൽപ്പത്തിയിൽ 6-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ സർവ്വജ്ഞാനത്തെക്കുറിച്ച് പറയുന്നു. ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രേ എന്നും യഹോവ കണ്ടു. അതുകൊണ്ട് ദൈവം ഭൂമിയെ നശിപ്പിക്കുവാൻ തീരുമാനിച്ചു. മനുഷ്യൻ്റെ ഹൃദയവിചാരങ്ങളും നിരൂപണങ്ങളും ദോഷമുള്ളത് എന്ന് ദൈവം കണ്ടു എന്നവിടെ വായിക്കുന്നു. നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനും എന്ന് നോഹയുടെ ഹൃദയത്തെ പരിശോധിച്ചറിഞ്ഞ ദൈവം ന്യായവിധിയിൽ നിന്ന് നോഹയെ സംരക്ഷിക്കുന്നതായി കാണുന്നു. ദാവീദ് തൻ്റെ മകനായ ശലോമോനെ ദൈവത്തിൻ്റെ ആലയം പണിയേണ്ടതിന് ഭരമേൽപ്പിക്കുമ്പോൾ പറഞ്ഞത് 1-ാം ദിനവൃത്താന്തം 28-ാം അധ്യായത്തിൽ കാണുന്നു. നീയോ എൻ്റെ മകനെ ശലോമോനെ, നിൻ്റെ അപ്പൻ്റെ ദൈവത്തെ അറിയുകയും അവനെ പൂർണ്ണ ഹൃദയത്തോടും നല്ല മനസ്സോടും കൂടെ സേവിക്കുകയും ചെയ്യുക. യഹോവ സർവ്വഹൃദയങ്ങളെയും പരിശോധിക്കുകയും വിചാരങ്ങളും നിരൂപണങ്ങളും എല്ലാം ഗ്രഹിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കുകയും വിചാരങ്ങളും നിരൂപണങ്ങളും എല്ലാം ഗ്രഹിക്കുകയും ചെയ്യുന്ന ദൈവത്തെ നാം പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സേവിക്കേണ്ടതാണ്. യിരെമ്യാവിൻ്റെ പുസ്തകം 23-ാം അധ്യായത്തിൽ യഹോവയുടെ അരുളപ്പാട് ജനത്തെ അറിയിക്കുമ്പോൾ പറയുന്നത്, ഞാൻ കാണാതെ വണ്ണം ആർക്കെങ്കിലും മറയത്ത് ഒളിപ്പാൻ കഴിയുമോ? ഞാൻ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നവനല്ലയോ? ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ദൈവത്തിന് മറവായിട്ടൊന്നുമില്ല. ദൈവം കാണാതെ വണ്ണം ആർക്കും മറയത്ത് ഒളിച്ചിരിക്കുവാൻ കഴിയുകയില്ല. ദൈവത്തിൻ്റെ സാന്നിധ്യവും സാമീപ്യവും അറിഞ്ഞുകൊണ്ട് ദാവീദ് എഴുതിയ സങ്കീർത്തനമാണ് 139-ാം സങ്കീർത്തനം. 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു, യഹോവേ, നീ എന്നെ ശോധന ചെയ്തറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എൻ്റെ നിരൂപണം നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എൻ്റെ വഴികളൊക്കെയും നീ അറിഞ്ഞിരിക്കുന്നു. ദൈവത്തിൻ്റെ സർവ്വജ്ഞാനവും സർവ്വവല്ലഭത്വത്തെയും കുറിച്ച് ദാവീദ് ഇവിടെ പറയുന്നു. ദാവീദിനെ അന്യായമായി വിധിച്ചിട്ടുള്ള എതിരാളികളോട് അവരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം വിധി കൽപ്പിക്കണമേ എന്ന് താൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് അവസാനം പറയുന്നു, ദൈവമേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവുകളെ അറിയണമേ. വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. സ്വയം നീതീകരണത്തിലേക്ക് പോകാതെ തൻ്റെ ഹൃദയത്തെ ശോധന ചെയ്ത് വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ നടത്തണമേ എന്ന് ദാവീദ് അവിടെ പ്രാർത്ഥിക്കുകയാണ്. നമ്മെ ശോധന ചെയ്ത് നമ്മുടെ ഹൃദയങ്ങളെയും നിരൂപണങ്ങളെയും അറിയുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നിർമ്മലരായിരിക്കാൻ നമ്മെ തന്നെ സമർപ്പിക്കാം. പുതിയ നിയമത്തിലും ഹൃദയ രഹസ്യങ്ങളെ അറിയുന്ന ദൈവപുത്രനെ കാണുന്നു. തൻ്റെ അടുക്കൽ വന്ന കപടഭക്തിക്കാരായ പരീശന്മാരെയും ശാസ്ത്രിമാരെയും യേശു തിരിച്ചറിഞ്ഞിട്ട് അവരോട് പറഞ്ഞത്, നിങ്ങൾ വെള്ള തേച്ച ശവക്കല്ലറുകളോട് ഒത്തിരിക്കുന്നു. അവ പുറമേ അഴകായി ശോഭിക്കുന്നെങ്കിലും അകമേ ചത്തവരുടെ അസ്ഥികളും സകലവിധ അശുദ്ധിയും നിറഞ്ഞിരിക്കുന്നു. പുറമെ നീതിമാന്മാർ എന്ന് മനുഷ്യർക്ക് തോന്നുമെങ്കിലും അകമേ കപടഭക്തിയും അധർമ്മവും നിറഞ്ഞവനത്രേ എന്ന് അവരുടെ ഉള്ള് അറിഞ്ഞ യേശു അവിടെ പറയുന്നു. ഹൃദയങ്ങളെ തൂക്കി നോക്കുന്ന കർത്താവിന് ഒന്നും മറവായിരിക്കുന്നില്ല.
നഥനയേൽ യേശുവിൻ്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് യേശു പറഞ്ഞു, ഇതാ സാക്ഷാൽ ഇസ്രയേല്യൻ, ഇവനിൽ കപടമില്ല. എവിടെ വെച്ച് എന്നെ അറിയും എന്ന് നഥനയേൽ യേശുവിനോട് ചോദിച്ചപ്പോൾ യേശുവിൻ്റെ മറുപടി, നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത നഥനയേലിൻ്റെ പേരും അവൻ സാക്ഷാൽ ഇസ്രയേലിനെന്നും യേശു തിരിച്ചറിഞ്ഞത് കണ്ടപ്പോൾ, റബ്ബി, നീ ദൈവപുത്രൻ, ഇസ്രയേലിൻ്റെ രാജാവെന്ന് നഥനയേൽ വിളിച്ചു പറഞ്ഞു. 12 വർഷമായിട്ട് പല വൈദ്യന്മാരാലും ചികിത്സിച്ചിട്ട് ഭേദമാകാത്ത രക്തസ്രാവക്കാരത്തി സ്ത്രീ കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പലിൽ തൊട്ടാലെങ്കിലും രക്ഷ പ്രാപിക്കും എന്ന് ഹൃദയത്തിൽ അവൾ വിശ്വസിച്ചതും അവൾ തൊട്ടതും യേശു അറിഞ്ഞു. എന്നെ തൊട്ടത് ആരെന്ന് ചോദിക്കുവാൻ ഇടയായി. ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ ധനവാന്മാരും ദരിദ്രന്മാരും ഭണ്ഡാരത്തിൽ വഴിപാടിട്ടതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ധനവാന്മാർ അവരുടെ സമൃദ്ധിയിൽ നിന്ന് ധാരാളം ഭണ്ഡാരത്തിൽ വഴിപാടിട്ടപ്പോൾ ദരിദ്രയായ ഒരു വിധവ 2 കാശിടുന്നത് കണ്ടിട്ട്, ഈ ദരിദ്രയായ സ്ത്രീ എല്ലാവരെക്കാളും അധികം ഇട്ടിരിക്കുന്നു എന്ന് യേശു പറഞ്ഞു. തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നെല്ലാവരും വളരെ ഇട്ടിരിക്കുമ്പോൾ അവൾ അവളുടെ ഇല്ലായ്മയിൽ നിന്ന് അവൾക്കുള്ളതൊക്കെയും ഇട്ടിരിക്കുന്നു എന്ന് യേശു അവളെ പുകഴ്ത്തി പറഞ്ഞു. ജീസസ് സോ ഹെർ ഹാർട്ട് ഓഫ് ടോട്ടൽ സാക്രിഫൈസ് ആൻഡ് ട്രസ്റ്റ് വിച്ച് മെയ്ഡ് ഹെർ ഗിഫ്റ്റ് വാല്യുബിൾ. മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിലെ ഒരു ഇൻസിഡൻറ്റ് നോക്കാം. 4 ആൾ ഒരു പക്ഷപാതക്കാരനെ ചുമന്ന് യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. പുരുഷാരം നിമിത്തം യേശുവിനോട് സമീപിക്കുവാൻ അവർക്ക് കഴിയാഞ്ഞതിനാൽ യേശു ഇരുന്ന സ്ഥലത്തിലെ മേൽക്കൂര പൊളിച്ച് പക്ഷപാതക്കാരനെ കിടക്കയോടെ ഇറക്കി വെച്ചു. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരനോട്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇവൻ ദൈവദൂഷണം പറയുന്നു, ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്നവൻ ആർ എന്ന് ചില ശാസ്ത്രിമാർ ഹൃദയത്തിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത് യേശു ഗ്രഹിച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞത്, നിങ്ങൾ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ത്? പക്ഷപാതക്കാരനോട് നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്ക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പം എന്ന് ചോദിച്ചു. ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ യേശുവിന് അധികാരമുണ്ട് എന്നറിയേണ്ടതിന് എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോകാം എന്ന് യേശു പക്ഷപാതക്കാരനോട് പറഞ്ഞു. ഉടനെ അവൻ കിടക്കയെടുത്തു. എല്ലാവരും കാൺകെ പുറപ്പെട്ടു. അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. ശാസ്ത്രിമാർ ഹൃദയത്തിൽ ചിന്തിച്ചത് യേശു അറിഞ്ഞു എന്നവിടെ പറയുന്നു. യഹോവയായ ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തന് അവനവൻ്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നു എന്ന് യിരെമ്യാവിൻ്റെ പുസ്തകം 17-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നു. വെളിപ്പാട് 2-ാം അധ്യായം 23-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഞാൻ ഉൾപ്പൂവുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവൻ എന്ന് സകല സഭകളും അറിയും. നിങ്ങളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ഞാൻ നിങ്ങൾക്ക് പകരം ചെയ്യും. ദിസ് വേഴ്സ് ഓൾസോ സ്പീക്സ് അബൌട്ട് ഗോഡ് സെർച്ചിങ് ദ ഹാർട്ട്സ്. അമ്മയുടെ ഉദരത്തിൽ നാം ഉരുവായിരിക്കുമ്പോഴേ നമ്മെ അറിയുന്ന ദൈവം, നമ്മുടെ ഉൾപ്പൂവുകളെയും ഹൃദയങ്ങളെയും ആരാഞ്ഞറിയുന്ന ദൈവം, നാം ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും എല്ലാം അറിയുന്നതുമായ ദൈവത്തിൻ്റെ മുൻപിൽ രഹസ്യപാപങ്ങളെ മറച്ചു വയ്ക്കാതെ ദൈവസന്നിധിയിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ക്ഷമയോ ചോദിക്കുവാൻ, വിശുദ്ധീകരണം പ്രാപിക്കുവാൻ നാം ഉത്സാഹിക്കണം. വിശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല. ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എൻ്റെ സുവിശേഷപ്രകാരം ന്യായം വിധിക്കുന്ന നാൾ ഉണ്ടെന്ന് പൗലോസ് റോമർക്ക് എഴുതിയിരിക്കുന്ന ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു. ആയതിനാൽ വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ എന്ന് ദാവീദ് പ്രാർത്ഥിച്ച പ്രാർത്ഥന നമുക്കും പ്രാർത്ഥിക്കാം. നാം ചോദിക്കും മുമ്പേ നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ദൈവമാണ് എന്ന് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 8-ാം വാക്യത്തിൽ കാണുന്നു. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ എന്ന് അവിടെ വായിക്കുന്നു. ഇംഗ്ലണ്ടിൽ 18th സെഞ്ച്വറിയിൽ ഒരു ഓർഫനേജ് നടത്തിയിരുന്ന ജോർജ് മുള്ളർ എന്ന ഒരു മിഷണറി ഉണ്ടായിരുന്നു. താൻ
ഓർഫനേജിൻ്റെ നടത്തിപ്പിന് വേണ്ടി ഫൈനാൻഷ്യൽ നീഡ്സ് ആരോടും പണം ചോദിക്കുകയോ ഡൊണേഷൻ ആവശ്യപ്പെടുകയോ ചെയ്യാതെ വിശ്വാസത്തോടെ പ്രാർത്ഥനയിൽ ദൈവത്തോട് അറിയിച്ചുകൊണ്ടാണ് തൻ്റെ മിഷനറി പ്രവർത്തനം നടത്തിയിരുന്നത്. ഒരിക്കൽ ഓർഫനേജിൽ കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുവാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. വാങ്ങിച്ചു കൊടുക്കുവാൻ പണവും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം പതിവ് പോലെ മുറിക്കുള്ളിൽ കയറി പ്രാർത്ഥിച്ചു. കുട്ടികളുടെ ആവശ്യം സ്വർഗത്തിലുള്ള പിതാവ് അറിഞ്ഞിരിക്കുന്നു എന്ന് താൻ വിശ്വസിച്ചിരുന്നതുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് ഒട്ടും ആകുലപ്പെട്ടില്ല. അയാൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അടുത്ത് ബേക്കറി നടത്തുന്ന ഒരാൾ വന്ന് കതകിന് മുട്ടി. അയാൾ പറഞ്ഞത്, കഴിഞ്ഞ ദിവസം രാത്രി ദൈവം അയാളോട് സംസാരിച്ചു, ഓർഫനേജിലുള്ള കുട്ടികൾക്ക് ബ്രെഡ് ബേക്ക് ചെയ്ത് കൊടുക്കണം, അതും കൊണ്ട് വന്നതാണ് എന്ന് പറഞ്ഞു. തുടർന്ന് അല്പസമയം കഴിഞ്ഞപ്പോൾ ഒരു പാൽക്കാരൻ വന്ന് കതകിന് മുട്ടി വിളിച്ചു. അയാൾ പാല് കൊണ്ടുപോയിരുന്ന വാഹനം ബ്രേക്ക് ഡൗൺ ആയതുകൊണ്ട് അത് നന്നാക്കി പാൽ എത്തിക്കേണ്ട സ്ഥാനത്ത് ചെല്ലുമ്പോഴേക്കും പാല് കേടാകും. അതിന് വളരെ സമയം എടുക്കുന്നതുകൊണ്ട് പാല് കേടായി പോകാതിരിക്കാൻ ഓർഫനേജിൽ കൊടുക്കാം എന്ന് വിചാരിച്ച് അതും കൊണ്ട് വന്നതാണ് എന്ന് പറഞ്ഞു. നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മെ സഹായിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ജോർജ് മുള്ളറുടെ ഈ ടെസ്റ്റിമണി. നമ്മുടെ ആവശ്യങ്ങൾ നാം ചോദിക്കും മുമ്പേ ദൈവം അറിയുന്നതിനാൽ സകല ആവശ്യങ്ങളും സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ അറിയിക്കാം. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.